നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാനൊരു 3 ഫോംസ് ആണ് ഇട്ടിട്ടുള്ളത്. അതിൽ ഓരോ ഫോം വരുമ്പോൾ പറയാം. അതിനു മുന്നേ അനക്സർ 12 വെറുതെ ഞാൻ ഇന്ന് ഇട്ടതാണ്. നോക്കുക, എൻട്രി പാസ് ആണിത്. പ്രിസൈഡിംഗ് ഓഫീസർ കൊടുക്കുന്ന എൻട്രി പാസ്. അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആൻഡ് നെയിം, പോളിംഗ് സ്റ്റേഷൻ നമ്പർ ആൻഡ് നെയിം ഓഫ് കാൻഡിഡേറ്റ്, നെയിം ഓഫ് പോളിംഗ് ഏജന്റ്, നെയിം ഓഫ് റിലീഫ് ഏജൻസി ഇഫ് എനി. ഇതിനകത്ത് നോക്കുമ്പോൾ റിലീഫ് ഏജൻസിന്റെ രണ്ടുപേരുടെ പേര് കൂടി ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാം. ഏജന്റിന്റെ ഉൾക്കൊള്ളിക്കാം, റിലീഫ് ഏജന്റിനെ ഉൾക്കൊള്ളിക്കാം. അപ്പൊ ഇവർ തമ്മിൽ മാറിയാൽ മതി. പോളിംഗ് ബൂത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ മാറിയാൽ മതി. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത്, ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി പറയാനുള്ളത് അനക്സർ 14 ആണ്. അനക്സർ 14 എന്ന് പറയുന്നത് ഫോം ഓഫ് ഡിക്ലറേഷൻ ബൈ എലക്ടർ ഹൂസ് നെയിം ഈസ് ഇൻ ആബ്സെന്റി ഷിഫ്റ്റഡ് ആൻഡ് ഡെഡ് ലിസ്റ്റ്, ASD ലിസ്റ്റ് എന്ന് പറയും. നമ്മളത് പഠിച്ചതാണ്. അതായത് ASD ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് നമ്മളുടെ മാർക്ക്ഡ് കോപ്പി ഓഫ് ദ ഇലക്ട്രോളിന്റെ കൂട്ടത്തിൽ ഉണ്ടാവും, അതിനെ അറ്റാച്ച് ചെയ്തിട്ട്. അതായത് ഇത് BLOയുമായി ബന്ധപ്പെട്ട് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിൽ A എന്ന് പറഞ്ഞാൽ ആബ്സെന്റി അല്ലെങ്കിൽ ഇല്ലാത്തവര്, അവിടെ ആ സ്ഥലത്തില്ലാത്തവര്. രണ്ടാമത്തത് ഷിഫ്റ്റഡ് ആണ്, S, അത് അവിടുന്ന് താമസം മാറിയവര്. മൂന്നാമത്തത് D ആണ്, മരണപ്പെട്ടവര്. അതാണ് ASD ലിസ്റ്റ്. ഈ 3 വിഭാഗത്തിന്റെയും ഒരു ലിസ്റ്റ് ഇതിന്റെ കൂട്ടത്തിൽ സാധാരണഗതിയിൽ അറ്റാച്ച് ചെയ്യും. അത് എന്തിനാ അറ്റാച്ച് ചെയ്യുന്ന വെച്ചാൽ, ഇതിൽ നിന്ന് ആരെങ്കിലും വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ അതിനെ പ്രത്യേകം നിരീക്ഷിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരാള് ASD ലിസ്റ്റിലുള്ള ഒരാള് വന്നു. ഞാൻ പറഞ്ഞു ASD ലിസ്റ്റ് പ്രത്യേകമായിട്ട് തരും. അങ്ങനെയുള്ള, അപ്പൊ കൂട്ടത്തിൽ പറയട്ടെ, ഇത് അനക്സർ 14 ആണ്. ഡിക്ലറേഷൻ ഓഫ് പിന്നെ നെയിം, ഡിക്ലറേഷൻ ഓഫ് ദി എലക്ടർ ഹൂസ് നെയിം ഈസ് ഇൻ ASD ലിസ്റ്റ്, അങ്ങനെ പറയാം. അപ്പോ അതിൽ പറയുന്നത് നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറിൽ വരുന്ന ഒരു ഫോമാണിത്. നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറിലെ 4ാമത്തെ കവറാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി. 4ാമത്തെ വലിയ കവറാണ്. ആ വലിയ കവറിലെ 10ാമത്തെ കവറാണ് ഈ പറഞ്ഞ ASD ലിസ്റ്റിലുള്ള കവർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ അത് നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഈ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്? അപ്പോൾ ASD ലിസ്റ്റിൽ ഉള്ള ഒരാൾ വോട്ട് ചെയ്യാൻ വന്നു. അങ്ങനെയെങ്കിൽ ASD ലിസ്റ്റിലുള്ളയാളെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കണം. അത് ആൾമാറാട്ടം നടത്തി വരികയാണോ എന്നൊക്കെ പരിശോധിക്കണമെന്നാണ് വ്യവസ്ഥ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഡിക്ലറേഷൻ പ്രിസൈഡിംഗ് ഓഫീസർ ഇവരെ നിന്ന് ഒപ്പിട്ട് വാങ്ങണം. അതാണ് ഈ ഫസ്റ്റ്. നമ്മൾ അത് പറയുന്നു, ഐ ഹിയർ ബൈ സോളംലി ഡിക്ലെയർ ദാറ്റ് പാർട്ടി നമ്പർ, മണ്ഡലത്തിലെ നിലവിലുള്ള വോട്ടർ പട്ടികയിലെ പാർട്ടി നമ്പർ ഡാഷിൽ പാർട്ടി നമ്പറും സീരിയൽ ക്രമനമ്പറും എഴുതണം. ട്രാഷ് ക്രമനമ്പറായിട്ട് പേരുള്ള അതേ വ്യക്തി തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ വോട്ടർ, ASD ലിസ്റ്റിൽ പേരുള്ള വോട്ടറാണ് ഈ സത്യപ്രസ്താവന ചെയ്യുന്നത്. അതായത് മണ്ഡലത്തിലെ നിലവിലുള്ള വോട്ടർ പട്ടികയിലെ പാർട്ടി നമ്പർ ഇന്നതിൽ ഡാഷ് ക്രമനമ്പറായിട്ട് പേരുള്ള അതേ വ്യക്തി തന്നെയാണ് ഞാൻ എന്ന് ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഉറപ്പിച്ചു പറയുന്നു. വോട്ടർ പട്ടിക പുതുക്കിയ തയ്യാറാക്കിയ തീയതിയായ 2026 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ് ഇത്. തെരഞ്ഞെടുപ്പിൽ മറ്റൊരാളായി ആൾമാറാട്ടം നടത്തുന്നതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC സെക്ഷൻ 171D പ്രകാരം ക്രിമിനൽ കുറ്റമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് വോട്ടറുടെ വിരലടയാളോ ഒപ്പും ഇടുകയാണ്. അപ്പൊ അത് നിർബന്ധമായിട്ടും ഇവിടെ ഈ ASD ലിസ്റ്റിലുള്ള ആൾക്കാർ പിന്നെ രണ്ടും ചെയ്യണമെന്നാണ് പറയുന്നത്. വിരലടയാളവും ഒപ്പും ഇടിക്കുക. ഇനി ഒപ്പ് മാത്രം ഇട്ടവരാണെങ്കിൽ നിർബന്ധമായിട്ടും അവരെ കൊണ്ട് വിരലടയാളവും ചെയ്യിക്കണമെന്നാണ് പറഞ്ഞത്. അതിന് താഴെ എഴുതിയിരിക്കുന്നു, സർട്ടിഫൈഡ് ദാറ്റ് ദി above declaration was made and subscribed by the elector above named before me. എന്റെ മുമ്പിൽ വെച്ചാണ് ഒപ്പിട്ടതെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ എഴുതി ഒപ്പിട്ട് ഡേറ്റ്, നമ്പർ ആൻഡ് ഡേറ്റ് ആൻഡ് പോളിംഗ് സ്റ്റേഷനും എഴുതുന്നു. ഇതാണ് ഇതിലെ ഒരു സത്യപ്രസ്താവന.
അതായത് ASD ലിസ്റ്റിലുള്ള ഒരാള് ഒരു എലക്ടർ വോട്ട് ചെയ്യാൻ വന്നാൽ ഇതുപോലെ ഒരു സത്യപ്രസ്താവന ഒപ്പിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതിൽ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. ആ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 1/1/2026 എഴുതിയാൽ മതി. ഇനി ഇത് നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറിലെ 10ാമത്തെ ഫോമാണ്. 10ാമത്തെ, അതായത് ആകെ 11 ചെറിയ കവറുകളാണ് 4ാമത്തെ വലിയ കവറിലുള്ളത്. അതിൽ 10ാമത്തെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി 15ാമത്തെ അനക്സർ, അതാണ് ഡിക്ലറേഷൻ എബൌട്ട് ഏജ്, എലക്ടറുടെ ഏജിനെ സംബന്ധിച്ച ഒരു സത്യപ്രസ്താവനയാണ്. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഇല്ല. എല്ലാവർക്കും പ്രായമൊക്കെ തെളിയിക്കേണ്ട വ്യക്തമായ ഏതാ പറയണ്ടേ, നമ്മൾ രേഖകളൊക്കെ സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വോട്ടർ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഏജ് കുറഞ്ഞ ഒരാളൊന്നും വോട്ട് ചെയ്യാനൊന്നും സാധാരണഗതിയിൽ വരാറില്ല, വരികയില്ല. എങ്കിൽ പോലും നമ്മുടെ ഇലക്ഷന്റെ പ്രൊസീജിയർ അനുസരിച്ച് ഇങ്ങനെ ഒരാൾ വന്നാൽ നമുക്ക് പ്രായത്തെ സംബന്ധിച്ച ഒരു സത്യപ്രസ്താവന നൽകേണ്ടതുണ്ട്. അതാണ് അനക്സർ 15 പറയുന്നത്. ഈ ഫോറം എന്ന് പറയുന്നത് നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറാണ്. നമ്മൾ റെസീറ്റിലെ നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറാണ്. അതായത് 4ാമത്തെ വലിയ പാക്കറ്റിലെ 8ാമത്തെ കവറാണ്. 8ാമത്തെ കവർ, 4ാമത്തെ വലിയ പാക്കറ്റിലെ 8ാമത്തെ കവറാണ് ഇത്. ഡിക്ലറേഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നിലവിലുള്ള സത്യപ്രസ്താവനയാണ് ഈ പറയുന്നത്. നിലവിലുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനോ പുതുക്കുന്നതിനോ ആധാരമായ യോഗ്യതാ തീയതിയായ 1/1/2026 എനിക്ക് 18 വയസ്സ് തികഞ്ഞിരുന്നു എന്ന് ഞാൻ ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഉറപ്പിച്ചു പറയുന്നു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലോ പുതുക്കുന്നതിലോ തിരുത്തലുകൾ വരുത്തുന്നതിലോ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 31 പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ ഡിക്ലറേഷനിൽ പതിയുന്നത്. ഞാൻ എൻ്റെ വയസ്സ് 1/1/26 18 വയസ്സാണെന്ന് ഉറപ്പിച്ച് പറയുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, അത്തരത്തിലുള്ള ഒരു ശിക്ഷ, അത് തെറ്റാണെങ്കിൽ ആ ശിക്ഷ ഇന്നത് കിട്ടുമെന്നൊക്കെ എനിക്ക് ഉറപ്പുണ്ട്. വോട്ടറുടെ ഒപ്പ് അല്ലെ വിരലടയാളം, അടുത്തത് ഫാദർ ആൻഡ് മദർ ഹസ്ബൻഡ്സ് നെയിം, ഇവരാരുടെയെങ്കിലും പേര്, പാർട്ട് നമ്പർ ഓഫ് ദി ഇലക്ടറൽ റോളിന്റെ പാർട്ട് നമ്പർ എഴുതണം. അതിന്റെ ഇയാളുടെ ക്രമ നമ്പറും എഴുതണം. താഴെ ഡേറ്റഡ്. അതിനുശേഷം എന്തെഴുതുന്നു? സർട്ടിഫൈഡ് ദാറ്റ് ദി അബോവ് ഡിക്ലറേഷൻ വാസ് മെയ്ഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ബൈ ദി എലക്ടർ അബോവ് നെയിംഡ് ബിഫോർ മീ. എൻ്റെ മുൻപാകെയാണ് അദ്ദേഹം ഒപ്പിട്ടത് എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുന്നു. നമ്പർ നെയിം ഓഫ് പോളിംഗ് സ്റ്റേഷൻ, ഡേറ്റഡ്. കഴിഞ്ഞു. ഇതാണ് അനക്സർ 15. അനക്സർ 15 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറാണ്. കവറിൽ വെക്കേണ്ട ഒരു ഫോമാണ്. കവർ നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നത് 4ാമത്തെ വലിയ കവറാണ്. ആ 4ാമത്തെ വലിയ കവറിലെ 8ാമത്തെ കവറാണ്. സീരിയൽ നമ്പർ പ്രകാരമാണെങ്കിൽ 8ാമത്തെ കവറാണ് ഇത്. ഇനി ഒന്നുകൂടി ഉണ്ട്. അത് നമ്മൾ ഡിക്ലറേഷൻ അണ്ടർ റൂൾ 49MA ആണ്. ഈ റൂൾ 49MA എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ആ റൂള് ഒരാൾ ടെസ്റ്റ് വോട്ടിനെ സംബന്ധിച്ച, ഒരാൾ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അയാൾ വോട്ട് ചെയ്തപ്പോൾ അയാൾ പറയുന്നു അയാൾ ചെയ്ത വോട്ടിലല്ല സ്ലിപ്പ് വന്ന് വീണെന്ന്. 4ാമത്തെ സ്ഥാനാർത്ഥിക്കാണ് ഞാൻ വോട്ട് ചെയ്തത്, പക്ഷേ 1ാമത്തെ സ്ഥാനാർത്ഥിക്ക് നേരെ വോട്ട് ചെയ്തതായിട്ടാണ് സ്ലിപ്പിൽ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാദമാണ്. അങ്ങനെയുള്ള ഒരു അയാളെ കൊണ്ട് ഒരു ടെസ്റ്റ് വോട്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. അങ്ങനെ അയാൾ ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ ടെസ്റ്റ് വോട്ട് ചെയ്യിപ്പിക്കാം. ആ ടെസ്റ്റ് വോട്ട് ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ ഒരു ഡിക്ലറേഷൻ അദ്ദേഹം തരേണ്ടതായിട്ടുണ്ട്. ഈ ടെസ്റ്റ് വോട്ട് ചെയ്യുന്നതിന് മുമ്പ്, ടെസ്റ്റ് വോട്ട് ചെയ്യുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്യേണ്ട കാര്യം, രണ്ടാമതൊരു എൻട്രി ഈ വോട്ടേഴ്സ് രജിസ്റ്ററിൽ നിർബന്ധമായും ഒരിക്കൽ കൂടി എഴുതി ചേർക്കണം. അതിൻ്റെ റിമാർക്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. പക്ഷെ ആദ്യം അയാൾ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഒരു അയാളുടെ ക്രമ നമ്പറും അയാളുടെ ഒപ്പം ഇതെല്ലാം ഉണ്ട്. രണ്ടാമത് വീണ്ടും അതേ സാധനം ഒരിക്കൽ കൂടി ടെസ്റ്റ് വോട്ട് ഈ രജിസ്റ്ററിൽ എഴുതണം. അതിൻ്റെ അറ്റത്ത് ടെസ്റ്റ് വോട്ടാണെന്നും ബാക്കി കാര്യങ്ങളൊക്കെ റിമാർക്കിൽ എഴുതിയാൽ മതി. എന്നാലേ ഈ എണ്ണവും വോട്ടറിലെ മെഷീനിലെ എണ്ണവും തുല്യമാവുകയുള്ളൂ. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇത് നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറിൽ വരേണ്ട ഒരു കവറാണ്. അതായത് ഇത് അനക്സർ 17 ആണ് സാധനം. അതായത് നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്ന 4ാമത്തെ വലിയ കവറിലെ 9ാമത്തെ കവറാണ് ഈ പറയുന്ന ഡിക്ലറേഷൻ അണ്ടർ 49MA. ഓക്കെ, ജനറൽ ഇലക്ഷൻ ടു കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി
പാർലമെന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എഴുതുക, നമ്പർ ആൻഡ് നെയിം ഓഫ് പോളിംഗ് സ്റ്റേഷൻ എഴുതുക. ഇനി ഈ പിന്നെ ഡിക്ലറേഷനിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. 1961 തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളിലെ 49 ചട്ടം അനുസരിച്ച് ഒരു ടെസ്റ്റ് വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് സമ്മതിദായകൻ പൂരിപ്പിക്കേണ്ട ഫോറമാണിത്. വോട്ടിംഗ് മെഷീനിൽ ഞാൻ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ പേരോ ചിഹ്നമോ അല്ല വിവിപാറ്റ് മെഷീനിലെ പേപ്പർ സ്ലിപ്പിൽ തെളിഞ്ഞു വന്നതെന്ന് ഞാൻ ഇതിനാൽ സത്യപ്രസ്താവന നടത്തുന്നു. മനസ്സിലായല്ലോ? വോട്ടിംഗ് മെഷീനിൽ ഞാൻ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ പേരോ ചിഹ്നമോ അല്ല വിവിപാറ്റ് മെഷീനിലെ പേപ്പർ സ്ലിപ്പിൽ തെളിഞ്ഞു വന്നതെന്ന് ഞാൻ ഇതിനാൽ സത്യപ്രസ്താവന നടത്തുന്നു. എന്റെ ഈ പരാതി സത്യമാണെന്ന് തെളിയിക്കുന്നതിനായി ഒരു ടെസ്റ്റ് വോട്ട് കൂടി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതാണ് ആദ്യത്തെ പാരഗ്രാഫ്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ്. ഞാൻ നൽകിയ പരാതി തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC 177 വകുപ്പ് പ്രകാരം എനിക്കെതിരെ നടപടിയെടുക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ 6 മാസം വരെ തടവോ 1000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാം. സമ്മതിദായകന്റെ പേര്, ഒപ്പ്, പേര്, അച്ഛൻ, അമ്മ, ഹസ്ബൻഡിന്റെ പേര്, പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ ഓഫ് ദ പാർട്ട്, സീരിയൽ നമ്പർ ഇൻ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ്. ഇവിടെ ഒരു അഡീഷണൽ കോളം കൂടി വരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ, അതായത് ടെസ്റ്റ് വോട്ട് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് രജിസ്റ്ററിലെ സീരിയൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അത് വോട്ടേഴ്സ് രജിസ്റ്ററിലെ സീരിയൽ നമ്പർ അയാളുടെ ആദ്യത്തേത് എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഡേറ്റഡ്. അത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പ്രിസൈഡിങ് ഓഫീസർ ഇദ്ദേഹം എലക്ടർ എൻ്റെ മുമ്പിൽ വെച്ച് ഒപ്പിട്ടു എന്ന ഒരു വാചകം എഴുതി പ്രിസൈഡിങ് ഓഫീസർ ഒപ്പിടും. കഴിഞ്ഞു. അപ്പോൾ 3 ഫോം, ഇതിനെപ്പറ്റി പറഞ്ഞ 3 ഫോമാണിത്. അപ്പോൾ ഈ 3 ഫോമും ശരിക്കും ഞാൻ പിന്നെ നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറിലെ 4ാമത്തെ വലിയ കവറിലെ 8, 9, 10 കവറുകളാണ് ഇപ്പോൾ പറഞ്ഞത്. വളരെ സിമ്പിളാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇതെന്താ കാര്യം എന്നൊക്കെ മനസ്സിലാക്കി പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടായാലും എല്ലാ ഫോമുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, കൂടുതൽ പറയുന്നില്ല. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.